വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ വന്ന സ്ഥിതിക്ക് കേരള സ്റ്റോറി ദൂരദർശനം പ്രദർശിപ്പിച്ചപ്പം LDF UDF വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഇടുക്കി രൂപത കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചു. ഇപ്പോൾ അത് താമരശ്ശേരി രൂപതയും തലശ്ശേരി രൂപതയിലും KCM അത് വരുന്ന ശനിയാഴ്ച പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് നിലപാട്? അല്ല, അതിൽ നിലപാട് വളരെ കൃത്യമാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് മാത്രമല്ല, ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ പോളിസിയും അവരുടെ സ്ട്രാറ്റജിയുമായിട്ട് RSS സംഘപരിവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ്. വെറുപ്പ് പ്രചരിപ്പിക്കുക, പരസ്പരം തമ്മിൽ തല്ലിക്കുക, പെട്രോളിന് വില കൂടിയത്, ഗ്യാസിന് വില കൂടിയത്, സാധനങ്ങൾക്ക് വില കൂടിയത്, കായിക താരങ്ങളോട് മോശമായിട്ട് പെരുമാറിയത്, മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥ മുഴുവൻ മോശപ്പെട്ടത്, ലോകത്തിലെ ഹങ്കർ ഇൻഡെക്സിനകത്ത് നമ്മൾ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കയറി പോകുന്നത്, ഇതൊന്നുമല്ല വിഷയം. ഇവിടെ മതങ്ങൾ തമ്മിൽ തല്ലിക്കലും ഇല്ലാത്ത സ്റ്റോറികൾ ഉണ്ടാക്കലും ഒക്കെയാണ്. കേരളത്തെ എങ്ങനെ അതിന് ഉപയോഗിക്കാൻ കഴിയും? കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കേരളത്തിലാണുള്ളത്. അപ്പോൾ അതിനെ ദേശീയ തലത്തിലേക്ക്, ഒരു വർഗീയ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ സംഘപരിവാർ പരിശ്രമം തന്നെയാണ്. അതിനകത്ത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ പെട്ടുപോകുന്നത് കൊണ്ട് അത് ന്യായീകരിക്കാവുന്ന കാര്യമൊന്നുമല്ല. ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്താണ് താമരശ്ശേരി രൂപതയുള്ളത്. അവിടെയും പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ല, എവിടെ പ്രദർശിപ്പിച്ചാലും, ഇനി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ പ്രദർശിപ്പിച്ചാലും തെറ്റല്ലാതാവോ? രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ പ്രദർശിപ്പിച്ചാൽ തെറ്റല്ലാതാവോ? ഞങ്ങൾ പറയുന്നത് മാറ്റർ വൈസാണ്, ഇൻഡിവിജ്വൽ അല്ല, കമ്മ്യൂണിറ്റി വൈസ് അല്ല. ലവ് ജിഹാദ് ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സഭ പ്രദർശിപ്പിക്കുന്നത്. അല്ല, കേരളത്തിൽ സാധ്യമാണ്. ലവ് ജിഹാദ് എന്ന ഒരു ടേം ഒരു പക്ഷേ ലോകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന് ദക്ഷിണ കന്നഡയിലെ ഒരു BJP-കാരനായിരുന്നു. പക്ഷേ ഒതൻറ്റിക്കായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവന്ന ആൾ VS അച്യുതാനന്ദനാണ്. കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാകും എന്ന് പറഞ്ഞ VS അച്യുതാനന്ദനാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിൽ തന്നെയാണ് ഈ പരാക്രമം നടക്കേണ്ടത്. അല്ല, ശരിയാവുന്നോ അല്ല എന്നുള്ളതല്ല, ഈ സാധനത്തോടെ തന്നെ വിയോജിപ്പുണ്ടല്ലോ. പിന്നെ ആര് പ്രദർശിപ്പിച്ചാലും അത് ശരിയാണോ അല്ല എന്നുള്ള ചോദ്യത്തിന് എന്താ അർത്ഥം? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആര് പ്രദർശിപ്പിക്കുന്നു, ആര് കൊണ്ടു നടക്കുന്നു എന്നുള്ളതല്ല. കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യമുണ്ടോ? അല്ല, പിന്മാറണം എന്നുള്ള ഓരോരുത്തരുടെ സെൻസിൻ്റെ കാര്യമാണ്. അതിന് ഞങ്ങളൊക്കെ എതിരാണ്. സാമൂഹ്യ വ്യവസ്ഥിതി തകർക്കുന്ന കേരളത്തിൻ്റെ ഇന്ത്യയുടെ സൗഹൃദം തകർക്കുന്ന രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ പരസ്പരം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒന്നും ഒരു മതസംഘടനയും ഒരു വിശ്വാസി സമൂഹവും ഒരു രാഷ്ട്രീയ സമൂഹവും അതല്ലെങ്കിൽ എത്തിസ്റ്റുകൾ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുള്ളത്. പക്ഷേ ഇത് സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയാണെന്നാണ് സഭ പറയുന്നത്. കാരണം ഓൾറെഡി റിലീസായൊരു സിനിമ അത് പ്രദർശിപ്പിക്കുന്നതിന് എന്തിനെ എതിർക്കണം? ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദിക്കേണ്ട ആൾക്കാർ ഇവിടുത്തെ ഇവരാണല്ലോ. ഈ രാജ്യത്ത് എന്താണ് സെൻസർ ബോർഡ്? ഈ രാജ്യത്ത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ? ഈ നാട്ടിൽ നടക്കുന്ന വ്യവസ്ഥിതി എന്താണെന്നുള്ളത് ഒരു സംഘപരിവാർ കാലത്ത് ചോദിക്കുന്നതിൻ്റെ തമാശയാണ്. ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് കമ്മീഷൻ 2 തവണ രാജിവെച്ച് പോയ ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അപ്പോൾ ഒരു രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ സെൻസർ ബോർഡിലൊക്കെ എത്രത്തോളം ഉണ്ടാവുമെന്ന് ആർക്കാ സെൻസ് ഇല്ലാത്തത്? അതിലൊന്നും ഇത്ര വലിയ കാര്യമില്ല. സെൻസർ ബോർഡ് കാണിക്കണതൊക്കെ ശരിയാവണം എന്ന് ജനാധിപത്യ രാജ്യത്ത് കോടതികളുടെ വിധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന ജനാധിപത്യ രാജ്യത്ത് സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തത്? അല്ല, CPM-ലെ ഈ ബോംബ് വോളണ്ടിയർമാരുണ്ട്, ബോംബുണ്ടാക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. ബോംബുണ്ടാക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാരാണ് അതിൽ പങ്കെടുത്തത്. അത് ബോംബ് ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത്. ബോംബ് നിർമ്മിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് ഫണ്ട് ചെയ്യുന്ന അതിൻ്റെ CPM അതോറിറ്റിയാണ് അതിൽ ഫണ്ടും ചെയ്തത്. അങ്ങനെയാണ് വിജയരാഘവൻ പറഞ്ഞത്. ബോംബല്ല, പടക്കത്തിൻ്റെ ഏട്ടനാണ് പൊട്ടിയതെന്ന്. അതെ, വിജയരാഘവനാണ്. ഈൻ്റെ ഏട്ടനാണ് ജപ്പാനിൽ പൊട്ടിയാണ് ബോംബ്. ഈൻ്റെ ഏട്ടനാണ്. ചെറിയ പടക്കാണ്. അതിൻ്റെ മുകളിലുള്ളത് പാനൂർ പൊട്ടിയ ബോംബാണ്. അതിൻ്റെ മുകളിലുള്ളതാണ് ഇവിടെ പൊട്ടിയത്, ജപ്പാനിൽ പൊട്ടിച്ച്. അത് ഏട്ടന്മാരും അനിയന്മാരൊക്കെ തന്നെയാണ്. ഇവർ ബ്രദേഴ്സാണ്. CPM കൂടെ ഒരു ബ്രദറാണ് ഈ പൊട്ട് സംഘത്തിലെ. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രാദേശിക CPM നേതാക്കളെ മരിച്ച ആളുടെ വീട്ടിൽ പോയല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്, ക്രിമിനൽ സംഭവത്തെ കുറച്ച് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, എന്തുകൊണ്ടാണ് CPM-ൻ്റെ നേതാക്കന്മാർ ബോംബ് പൊട്ടി മരിച്ചവരുടെ വീട്ടിൽ പോയത് എന്നത് വ്യക്തമാണ്. എന്നുവെച്ചാൽ അവർ ഭീഷണിപ്പെടുത്തിയാണ്. ഈ ബോംബ് പൊട്ടിച്ച സംഘം കൃത്യമായി CPM-നെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഈ സംഭവത്തോട് തലതിരിഞ്ഞ് നിന്നാൽ നേതാക്കന്മാർ വീട്ടിൽ വരികയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പരസ്യമായിട്ട് ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെയും ഇതിൻ്റെ പ്രേരണ ആളുകളെയും പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് CPM ലീഡർഷിപ്പ് അവരെ അനുനയിപ്പിക്കാനാണ് അവിടെ പോയത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോധമുള്ള CPM-കാർ രാഷ്ട്രീയ നാടകത്തിന് വേണ്ടിയിട്ടെങ്കിലും അവിടെ പോകില്ലായിരുന്നു. അവിടെ കൊണ്ടുപോയത് ബോംബ് നിർമ്മിച്ച ആ ആളുകളുടെ ഭീഷണിനെ ഭയന്നിട്ടാണ്. ഒരു സംശയമില്ല. സർക്കാർ മുഖ്യമന്ത്രി അടക്കം അവർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പുറത്തു പറയും കാര്യങ്ങൾ എന്നാണ്.
അതുകൊണ്ട് മാത്രമാണ് ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പോലും അവരവിടെ പോയത്.